ചില മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരാനിരിക്കുന്ന പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ അതിൻ്റെ മുമ്പായി ചില പ്രത്യേക സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും പ്രകടിപ്പിക്കുന്നതായിട്ട് മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ടുണ്ട്. ഗവേഷകർ പറയുന്നു, ചില മൃഗങ്ങൾക്ക് സൂക്ഷ്മമായ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. അന്തരീക്ഷത്തിലോ വൈദ്യുത മണ്ഡലത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായേക്കാം. ഇത് വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി അവർക്ക് അനുഭവപ്പെടാം. മനുഷ്യർക്കില്ലാത്ത ചില സവിശേഷതകൾ ഇതര മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ട് എന്നർത്ഥം. എന്നാൽ ഇതേക്കുറിച്ച് പ്രവാചകർ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ സമയത്തും നുഹാക്കൽ ഹമീരി ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ. നിങ്ങൾ കഴുതയുടെ കരച്ചിൽ കേട്ടാൽ പിശാചിനെ തൊട്ട് അല്ലാഹുവിനോട് കാവലിനെ തേടുക. ഫഇന്നഹാ റഅത്ത് ശൈത്താനൻ, അത് പിശാചിനെ കണ്ടിരിക്കുന്നു. വഇദാ സമയത്തും സിയാഹദ് ദീഖത്തി ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി ഇന്നഹാ റഅത്ത് മലക്ക. കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം ചോദിക്കണം. അസ്അലുക മിൻ ഫദ്ലിക്ക് അല്ലെങ്കിൽ അസ്അലുല്ലാഹ മിൻ ഫദ്ലി എന്നൊക്കെ പ്രാർത്ഥിക്കൽ ചൊല്ലൽ നല്ലതാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ സമയത്തും നുബാഹൽ കിലാബി വനഹിയക്കൽ ഹമീരി ബില്ലൈൽ. രാത്രിയിൽ നിങ്ങൾ നായകളുടെ കുരക്കലും കഴുതയുടെ കരച്ചിലും കേട്ടാൽ ഫതഅവ്വദു ബില്ലാ, അല്ലാഹുവിനോട് നിങ്ങൾ അഭയം തേടണം, കാവലിനെ തേടണം. ഫഇന്നഹുന്ന യറൗന മാ ലാ തറൗന, അവ നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ കാണുന്നു എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് കോഴിയുടെ കൂവൽ കേട്ടാൽ അള്ളാഹുവിനോട് ഔദാര്യം ചോദിക്കുകയും നായകളുടെയും അതുപോലെ തന്നെ കഴുതകളുടെയും ഒക്കെ ശബ്ദം കേട്ടാൽ അള്ളാഹുവിനോട് പിശാചിനെ തൊട്ട് കാവലിനെ തേടുകയും ചെയ്യണമെന്ന് പ്രവാചക തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു.